അവസാനത്താ നമ്മൾ ഫിറോൻ്റെ അടുത്ത് റാംസെസ് രണ്ടാമൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ബാക്കി പത്രമായ അമൂല്യമായ പുരാവസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന ഈജിപ്ഷ്യൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൈറോ നഗരത്തിലെ തഹരീർ സ്ക്വയറിനു സമീപത്താണ്. 1902 നിർമ്മിച്ച ഈ മ്യൂസിയത്തിൽ തൂത്തൻഖാമൻ്റെ 14 കിലോഗ്രാം വരുന്ന സ്വർണ്ണ മാസ്ക് അടക്കം വൻ സ്വർണ്ണ ശേഖരങ്ങളും പുരാവസ്തുക്കളും സൂക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് നിർമ്മിച്ച മറ്റൊരു മ്യൂസിയത്തിലാണ്. ഇതിൻ്റെ പേര് വരുന്നത് നാഷണൽ മ്യൂസിയം ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്നാണ്. നമുക്കറിയാം, മ്യൂസിയത്തിലെ ഏറ്റവും പ്രധാന ആകർഷണം ഈജിപ്ത് ഭരിച്ചിരുന്ന ഫറോമാരുടെ മമ്മികളാണ്. 2021 വരെ ഈ മമ്മികളെ സൂക്ഷിച്ചിരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ആ കൈറോയിലെ മ്യൂസിയത്തിലായിരുന്നു. 2021 സ്വർണ്ണഘോഷയാത്ര എന്നൊരു ചടങ്ങിലൂടെ ഈജിപ്ത് ഭരിച്ചിരുന്ന 18 രാജാക്കന്മാരുടെയും 4 രാജ്ഞിമാരുടെയും മമ്മികൾ ഈ കാണുന്ന പുതിയ മ്യൂസിയത്തിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഈ മ്യൂസിയത്തിൻ്റെ മുറ്റം അതിമനോഹരമായിട്ടായിരുന്നു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മ്യൂസിയത്തിൻ്റെ എൻട്രൻസിലെത്തിയിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് ഏകദേശം ഇന്ത്യയിലെ ഒരു 1000 രൂപയായിരുന്നു വിലയുണ്ടായിരുന്നത്. അതുപോലെ ഇവിടെ സ്റ്റുഡൻറ് ID കാർഡ് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 50% ഡിസ്കൗണ്ടും കിട്ടും. ഇനി ടിക്കറ്റ് എടുത്ത ശേഷം ഞങ്ങൾ ഉള്ളിൽ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. മ്യൂസിയത്തിൻ്റെ ഉൾവശം ഇതുപോലെ തന്നെ നല്ല മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മുന്നോട്ട് നടന്നിട്ട് ഈ ഒരു ഗേറ്റിൽ ടിക്കറ്റ് കാണിച്ച് അകത്ത് കടന്നു. ഇവിടെ ഒരു ലേസർ ഷോയുടെ രൂപത്തിൽ ഇങ്ങനെ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ചില ചിത്രങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നടന്ന് ഞങ്ങൾ റോയൽ മമ്മി ഹാൾ എന്നെഴുതിയ ആ ബോർഡിനടുത്തെത്തി. ഈ ഒരു ബോർഡ് കാണുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഈ മ്യൂസിയത്തിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് എന്നുള്ള ഒരു പ്രധാന കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഖുറാനിലെ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ പരാമർശിക്കുന്ന ഫിറഔന് നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ 18 രാജാക്കന്മാരിൽ പ്രമുഖനും അതുപോലെ ദീർഘകാലം ഈജിപ്ത് ഭരിക്കുകയും ചെയ്ത റാംസെസ് രണ്ടാമനാണെന്നാണ് പ്രബലമായ അഭിപ്രായം. അപ്പോൾ വരും ജനതയ്ക്ക് ദൃഷ്ടാന്തമായി നിന്റെ ശരീരത്തെ സൂക്ഷിച്ചു വെക്കും എന്ന് അള്ളാഹു ഖുറാനിലൂടെ പറഞ്ഞ ആ ഫിറോനെ കാണാനാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇവിടെ ഇരുട്ട് നിറഞ്ഞ ഒരു ഇടവഴിയിലൂടെ നടന്നിട്ട് വേണം ഈ മമ്മികളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ഒരു ഹാളിൽ എത്താൻ വേണ്ടിയിട്ട്. കറക്റ്റ് നല്ലൊരു ആംബിയൻസ് അവരവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. മൂസാ നബിയുടെയും ഫിറോൻ്റെയൊക്കെ ചരിത്രം നമുക്കൊക്കെ മനഃപ്പാടമാണ്. ഞാനാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച് ബനു ഇസ്രായേലരെ അടിമകളാക്കി ഭരിച്ച ഏകാധിപതിയായ ചക്രവർത്തി ഫിറോനിൽ നിന്നും ജനങ്ങളെ രക്ഷപ്പെടുത്താനാണ് മൂസാ നബിയെ നിയോഗിക്കപ്പെട്ടത്. ഒരു രാത്രി മൂസാ നബി വിശ്വസിച്ച ബനു ഇസ്രായേലരെയും കൂട്ടിയിട്ട് ഈജിപ്ത് വിടുന്നു. ഇതറിഞ്ഞ ഫിറോൻ അവരെ പിന്തുടരുന്നു. അങ്ങനെ ചെങ്കടലിന് മുന്നിൽ എത്തി നിൽക്കുന്നു. മുന്നിൽ ചെങ്കടലാണ്, ബാക്കിൽ വധിക്കാനായിട്ട് വരുന്ന ഫിറോനും കൂട്ടരുമാണ്. ആ സമയത്ത് അള്ളാഹു മൂസാ നബിയോട് കടലിൽ വടികൊണ്ട് അടിക്കാൻ കൽപ്പിക്കുന്നു. അങ്ങനെ ആ കടല് പിളർന്ന് വഴി രൂപപ്പെട്ട് മൂസാ നബിയും അനുയായികളും അതുവഴി രക്ഷപ്പെടുന്നു. ഫിറോനും അവരെ പിന്തുടർന്ന് ആ വഴിയിൽ ഇറങ്ങുന്നു. പക്ഷേ കടൽ വീണ്ടും ഒന്നായി അവർ മുങ്ങിത്താഴുന്നു. അങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം 1898 ഫിറോന്റെ ശവശരീരം ചെങ്കടലിൽ നിന്ന് വീണ്ടെടുക്കുന്നത്. 3120 വർഷം കടലിൽ കിടന്നിട്ടും ചീഞ്ഞു പോകുകയോ മത്സ്യം തിന്നുകയോ ചെയ്യാതിരുന്ന ഈ ജഡമാണ് ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലെ റോയൽ മമ്മി ഹാളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ക്യാമറ അലൗഡ് അല്ലായിരുന്നു. ഓരോ റൂമുകളിലും ഓരോ രാജാക്കന്മാരുടെ വീതം ഗ്ലാസ് ബോക്സിനകത്തായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിനരികിലായി തന്നെ ഒരു ഫലകത്തിൽ അവരെക്കുറിച്ചുള്ള വിവരങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കനത്ത സെക്യൂരിറ്റിയാണ്. സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ എടുത്ത് അവർ പരിശോധിക്കും. വല്ല ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ഇൻ്റർനെറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ചില ക്ലിപ്പുകളാണ്. നമ്മൾ അവിടുന്ന് എടുത്തതല്ല. അങ്ങനെ അവസാനം നമ്മൾ ഫിറോൻ്റെ അടുത്ത് റാംസെസ് രണ്ടാമൻ്റെ അടുത്ത് എത്തിയിരിക്കും. മറ്റു മമ്മികളെ വെച്ച് നോക്കുമ്പോൾ ഫിറോന്റെ ശരീരത്തിന് അല്പം നീളം കൂടുതലാണ്. മാത്രമല്ല, മറ്റുള്ളവയിലൊക്കെ മമ്മിഫിക്കേഷൻ ചെയ്തതിൻ്റെ തെളിവുകൾ കാണാമെങ്കിൽ ഇതിലത് പ്രകടമായിരുന്നില്ല. ഫിറോന്റെ 2 കൈകൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ടല്ലോ. അത് തിരമാല വന്ന സമയത്ത് മരണസമയത്ത് ആ മരണവെപ്രാളത്തിൽ ഈ കൈകൾ ഉയർത്തിയത് കൊണ്ടാണെന്നാണ് ചിലരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഏതായാലും ഖുർആൻ ഏറ്റവും കൂടുതൽ പരാമർശിച്ച ധിക്കാരിയായ ഫിറോനെ കണ്ട ശേഷം ഞങ്ങൾ അവിടുന്ന് പുറത്തു കടന്നു.
റോയൽ മമ്മി ഹാൾ മ്യൂസിയത്തിൻ്റെ താഴ്ത്തട്ടിലാണ് ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് മ്യൂസിയത്തിൻ്റെ 1-ാം നിലയിലാണ്. ഫറോമാരുടെ കാലം മുതൽ ഈ അടുത്ത കാലം വരെ ഈജിപ്ത് ഭരിച്ചിരുന്ന വിവിധ രാജവംശങ്ങൾ ഉപയോഗിച്ചിരുന്നതും അവർ ആരാധിച്ചിരുന്നതുമായ വിവിധ വസ്തുക്കളാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. മ്യൂസിയത്തിൻ്റെ ആദ്യത്തെ സെക്ഷനിൽ പൗരാണിക കാലത്ത് ഈജിപ്ഷ്യൻ ജനത ഉപയോഗിച്ചിരുന്ന പലവിധ ഗാർഹിക ഉപകരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ കാണുന്ന പോലെ കല്ലുകളെ പലവിധ ഷേപ്പുകളിലാക്കി വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു. അന്ന് ഈജിപ്തിൽ മരങ്ങൾ അത്രയ്ക്ക് ലഭ്യമായിരുന്നില്ല. സാധനങ്ങൾ ഇട്ടുവെക്കാൻ പാപ്പിറസും മറ്റു പുൽച്ചെടികളുടെ നാരുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഇതുപോലെയുള്ള കുട്ടകളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ദൈവങ്ങളുടെ പേരെഴുതി വെച്ചിട്ടുള്ള ഏലസുകളാണ് ഇതൊക്കെ. സിഹറൊക്കെ അന്ന് ഈജിപ്തിൽ വളരെ വ്യാപകമായിരുന്നു നമുക്കറിയാലോ. ഈ കൊമ്പ് പോലെയുള്ള സാധനം ഫറോമാരുടെ കാലത്ത് പ്രചാരണത്തിലുണ്ടായിരുന്ന ഹാർപ്പ് എന്ന പേരുള്ള ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. പിന്നെ ഇതൊക്കെ ഈജിപ്ഷ്യൻ രാജ്ഞിമാർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളും അതുപോലെ അവരുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഇട്ടുവെക്കുന്ന പാത്രങ്ങളാണ്. നമുക്കറിയാം ഫറോമാരും അതുപോലെ അവരുടെ ജനതയൊക്കെ ബഹുദൈവാരാധകരായിരുന്നു. മാത്രമല്ല ഫറോമാർ സ്വയം ദൈവമായി പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങളെ ആരാധിക്കാൻ കൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മ്യൂസിയത്തിൻ്റെ വലിയൊരു ഭാഗം അന്നത്തെ രാജാക്കന്മാരുടെ ബിംബങ്ങളാണ്. നമ്മൾ മുമ്പ് കണ്ട മമ്മികളെ സൂക്ഷിച്ചു വെച്ചിരുന്ന ശവപ്പെട്ടികളാണ് ഈ കാണുന്നതൊക്കെ. ഇത് ഗോതമ്പ് അമ്മിയിൽ അരച്ച് പൊടിയാക്കുന്ന ഒരാളുടെ ശില്പമാണ്. ഇത് BC 2100 കാലഘട്ടത്തിലുള്ളതാണ്. ഇതുകൂടാതെ നൈൽ നദീതട സംസ്കാരത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്ന നിരവധി നിത്യോപയോഗ വസ്തുക്കളും നിർമ്മിതികളും ശില്പങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത്രയും നേരം നമ്മൾ കണ്ടത് പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ കാഴ്ചകളാണെങ്കിൽ തുടർന്നുള്ള ഹാളുകളിലുള്ളത് മധ്യകാല ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളാണ്. അതായത് പ്രവാചകന്റെ കാലശേഷം മുസ്ലിങ്ങൾ ഈജിപ്ത് കീഴടക്കിയതിന് ശേഷമുള്ളത്. ഈജിപ്തിലെ കോപ്റ്റുകൾ ഉപയോഗിച്ചിരുന്ന നാണയങ്ങളും വസ്ത്രങ്ങളും പാത്രങ്ങളൊക്കെയാണിത്. ഒരു ഭാഗത്ത് പഴയ തൗറാത്തിൻ്റെ ഒരു കോപ്പി കണ്ടു. ആധുനിക ഈജിപ്തിൻ്റെ ചരിത്രമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. 18-19 നൂറ്റാണ്ടുകളിലെ ഖുർആനിൻ്റെ കോപ്പികൾ ഇവിടെയുണ്ട്. ഒരു ഭാഗത്ത് കഅബയുടെ വാതിലിടുന്ന കില്ല കണ്ടു. ഇവിടെ നിന്നും പുറത്തിറങ്ങിയാൽ നമ്മൾ എത്തുന്നത് ടെക്സ്റ്റൈൽ ഗാലറി എന്നൊരു മറ്റൊരു ഹാളിലാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തുകാർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, അതുപോലെ അവ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, ഇതൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് പുറത്തിറങ്ങി. ഇടതുഭാഗത്തുള്ളൊരു വഴിയിലേക്ക് ആളുകളൊക്കെ നടന്നു പോയി ഫോട്ടോ എടുക്കുന്നത് കണ്ടു. ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോഴാണ് മനസ്സിലായത് നൈൽ നദിയുടെ തീരത്താണ് നമ്മൾ ഇത്രയും നേരം ഉണ്ടായിരുന്നതെന്ന്. ഇവിടെ നിന്ന് നോക്കുന്ന കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ മൂസ നബിയെ തൻ്റെ ഉമ്മ പെട്ടിയിലാക്കി ഒഴുക്കിയ ആ നൈലിൻ്റെ തീരത്ത് ഒരുപാട് നേരം ഇരുന്ന് ഞങ്ങൾ ചരിത്രത്തിലൂടെ ഒന്നുകൂടെ യാത്ര ചെയ്തു.